വെള്ളാരപ്പള്ളി പള്ളിയുടെ സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ യൗസേപ്പ്. യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ഈ ഇടവകയിൽ ഈ വരുന്ന മാർച്ച് 7, 8, 9 എന്നീ തീയതികളിൽ സാഘോഷം കൊണ്ടാടുന്നു. വിശുദ്ധ യൗസേപ്പിതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ യൗസേപ്പ് ഈശോയുടെ വളർത്തുപിതാവാണ്, തിരുസഭയുടെ പാലകനാണ്, കന്യാവൃതക്കാരുടെ കാവൽക്കാരനാണ്, തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്, തിരുസഭയുടെ സംരക്ഷകനാണ്, നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനാണ്. ഇപ്രകാരം വിവിധ നാമത്താൽ അറിയപ്പെടുന്ന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ഏറ്റവും ഭംഗിയായി മനോഹരമായി ഈ വെള്ളാരപ്പള്ളി ഇടവകയിൽ നടത്തപ്പെടുകയാണ്. മധ്യസ്ഥ തിരുനാളും ഒട്ടുനേർച്ചയുമാണ് പ്രധാനമായും ഈ തിരുനാളിൽ നാം ആഘോഷിക്കുന്നത്. തിരുനാളിൽ പങ്കെടുക്കുവാനും ഒട്ടുനേർച്ചയിൽ പങ്കുചേരുവാനുമായി അനേകായിരങ്ങൾ ഈ ഇടവകയിലേക്ക് തിരുനാൾ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഊട്ടുനേർച്ച നടക്കുന്ന മാർച്ച് 9 കടന്നു വരും. ഔസേപ്പിതാവിൻ നാമധേയത്തിലുള്ള പല ദേവാലയങ്ങളും ചുറ്റുവട്ടത്തും ഉണ്ട് എങ്കിൽ തന്നെയും അവിടെയെല്ലാം ഔസേപ്പിതാവിൻ്റെ തിരുനാൾ നടക്കുന്നുണ്ട് എങ്കിൽ തന്നെയും വെള്ളാരപ്പള്ളി പള്ളിയിലെ ഔസേപ്പിതാവിൻ്റെ തിരുനാളിൽ പങ്കെടുക്കുവാൻ ഏറെ താല്പര്യത്തോടെയാണ് നമ്മുടെ ഈ ഇടവകയുടെ ചുറ്റുവട്ടത്തുള്ള മറ്റ് ഇടവക ജനങ്ങളെ വിശ്വാസികൾ കടന്നു വരുന്നത്. നാനാജാതി മതസ്ഥരായ വ്യക്തികളും ഔസേപ്പിതാവിനോട് പ്രാർത്ഥിക്കുവാനും നന്ദി പറയുവാനും മധ്യസ്ഥം തേടുവാനുമായി ഈ ദേവാലയത്തിൽ കടന്നു വരാറുണ്ട്, തിരുനാളിൽ പങ്കെടുക്കാറുണ്ട്. ഇത്തരണത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാനും അനുഗ്രഹങ്ങൾ യാചിച്ച് വിശുദ്ധനിൽ നിന്നും ധാരാളം ദൈവാനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാകണം. ഒപ്പം വിശുദ്ധന് മാധ്യസ്ഥം വഴി ലഭിച്ച നന്മകളെല്ലാം നന്ദിയോടെ ഓർക്കണം. പ്രത്യേകിച്ച് ഇടവകയിലെ ഔസേപ്പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം തേടുന്നത് ജോലി സംബന്ധമായിട്ടുള്ള നിയോഗങ്ങൾക്കാണ്. അനേകം പേര് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒത്തിരി യുവാക്കൾക്ക് വിശുദ്ധന് മാധ്യസ്ഥം വഴി ജോലി ലഭിച്ചതായിട്ട് പലപ്പോഴും സാക്ഷ്യപ്പെടുത്താറുണ്ട്. ഒപ്പം തന്നെ ഒത്തിരി പേർക്ക് വിശുദ്ധനോട് പ്രാർത്ഥിച്ച് സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. അതിനാൽ നന്ദി സൂചകമായിട്ട് ഇടവജനങ്ങളും മറ്റുള്ളവരും ഒക്കെ വിശുദ്ധൻ്റെ നാമധേയത്തിൽ വിശുദ്ധ കുർബാനയും നൊവേനയുമെല്ലാം ഏറ്റ് നടത്താറുണ്ട്. ഒപ്പം തന്നെ മാസാദ്യ ബുധനാഴ്ചയുള്ള വിശുദ്ധ കുർബാനയും നൊവേനയും ഏറ്റ് നടത്തുവാൻ ധാരാളം പേര് മുന്നോട്ട് വരുന്നുണ്ട് എന്നതും ഒരു സന്തോഷം നൽകുന്ന ഒന്നാണ്. തരുണത്തിൽ നിങ്ങളെ ഏവരെയും വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഔസേപ്പിതാവിൻ്റെ ഈ തിരുനാളിലേക്ക് ഒട്ടുനേർച്ചയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. വിശുദ്ധൻ്റെ മാധ്യസ്ഥവും അനുഗ്രഹവും നിങ്ങളുടെ എല്ലാവരുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.